ആനയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട വാർത്തയാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചത്. ആക്രമണത്തെ അതിജീവിച്ചവരെ കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞു പോകാം. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ അത്താണി ആരാണിപ്പോൾ? അവരുടെ അതിജീവനം എങ്ങനെയാണ്? വയനാട് ചേകാടി പൊളന്ന കാട്ടുനായ്ക്ക ഉന്നതിയിലെ 2 സഹോദരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വനംവകുപ്പോ പട്ടികവർഗ വകുപ്പോ ഇവർക്ക് വേണ്ട സഹായമൊന്നും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. വൈരന്റെ പ്രായം 45 വയസ്സ്. 2022 മാർച്ചിലാണ് ജീവിതം മാറിയ കാട്ടാന ആക്രമണം. കൂലിപ്പണി കഴിഞ്ഞ് മടങ്ങി വരും വഴിയാണ് കാട്ടാന അടിച്ചിട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 വർഷത്തോളം ചികിത്സ. മുട്ടിന് താഴെ തകർന്ന് തൂങ്ങിയാടുന്ന വലങ്കാൽ, മുളങ്കമ്പാണ് നടക്കുവാൻ ആശ്രയം. അന്നത്തെ ആനയാക്രമണത്തെ തുടർന്ന് വനം വകുപ്പ് നൽകിയത് കേവലം 10,000 രൂപ. അതുകൊണ്ട് എന്താവാൻ? സഹോദരിയുടെ കാരുണ്യം കൊണ്ടാണിപ്പോൾ ജീവിതം. പണി കഴിഞ്ഞ് ഒരു 6:30 ഇങ്ങോട്ട് വരുന്ന വഴിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തെത്തി പോയി. ഒറ്റ തട്ടലായിരുന്നു. ഓടാനൊരു മാർഗ്ഗമില്ല. കാലിൽ ചവിട്ടി കാലിലെല്ലാം പൊടിയായി. പിന്നെ എനിക്ക് കയറ്റി ഓടാനും പറ്റില്ല. കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ രക്ഷപ്പെട്ട് ആൾക്കാരുടെ അവൻ അന്വേഷണം പറയുമ്പോൾ തന്നെ 8 മണിയായി. എന്നാലും അവിടെ നിന്ന് ആശുപത്രി വിട്ടുകൊണ്ടുപോയി. സഹായത്തിൻ്റെ വനവകുപ്പിൽ നിന്ന് ഒരു 10,000 ആകെ കിട്ടിയുള്ളൂ. 4 വർഷമായിട്ട്. 4 വർഷം കഴിഞ്ഞ് ഇന്നത്തെ കിട്ടിയത് ഇതാണ്. നല്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാനും പറ്റില്ല. നല്ല എല്ലാം മൊത്തം അവസ്ഥയായി കിടക്കുവാണ്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യം പറഞ്ഞാൽ സാമ്പത്തികം ഒന്നുമില്ല. എന്നാലും ഞങ്ങളുടെ സാധാരണ കൂലിപ്പണിയെടുത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ആ തൊഴിൽ നിന്നു പോകാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ സ്ഥിതിയാണ്. അപ്പോൾ ഞങ്ങളുടെ ചിലവിൻ്റെ കാര്യങ്ങളെല്ലാം ഈ പെങ്ങന്മാരാണ് നോക്കുന്നത്. തൊട്ടടുത്ത കൂരയിലുണ്ട് വൈരന്റെ സഹോദരൻ മാസ്തി. കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു കാട്ടാന മാസ്തിയെ ആക്രമിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. ജോലിക്ക് ശേഷം പുഴയിൽ കുളിച്ച് മടങ്ങി വരും വഴി ഒറ്റയാൻ ആക്രമിച്ചു. ആനയുടെ കാലുകൾക്കിടയിൽ കുടുങ്ങിയതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഇടുപ്പെല്ലും വാരിയെല്ലും തകർന്നു. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മാസ്തിയെ നോക്കേണ്ടതിനാൽ ഭാര്യയ്ക്കും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഞാൻ ഏറ്റവും മുമ്പിലായിരുന്നു വന്നറിഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു ഇവരുടെ സുഹൃത്തുക്കളായിട്ട്. അപ്പോൾ ഇത് വരുന്ന കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേന് ഇത് വന്ന് എന്നെ മെല്ലെ തട്ടിയിട്ട് ഇവന്മാർ എങ്ങനെയെങ്കിലും ഞാൻ എന്നെ തട്ടിയിട്ട കാരണം ഇവന്മാർ ഓടി. ഇല്ലെങ്കിൽ ഇവന്മാരെ പിടിച്ചനെ. ഇവന്മാർ ഓടി ഇച്ചിരി മാറി നിന്നിട്ട് കുറേ പടക്കി ചവിട്ടനൊക്കെ പൊക്കിയപ്പോൾ ഞാൻ മെല്ലെ ഉരുണ്ട എൻ്റെ ഉള്ളിലേക്ക് കയറി കളഞ്ഞു. എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് 4 കാലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേന് കേൾക്കാൻ കിട്ടുന്നില്ല. ഇതിലൊക്കെ തുമ്പിക്കൈ കൊണ്ട് കുറേയൊക്കെ മാന്തിയൊക്കെ നോക്കി. കാല് കൊണ്ട് നീക്കുന്നുണ്ട് എന്നെ ഇത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. ഞാൻ മെല്ലെ ചുരുണ്ട് കൂടി അങ്ങനെ അനങ്ങാണ്ട് കളഞ്ഞു. ശ്വാസം വിടാണ്ട് പോയിട്ടാന്ന് വിചാരിച്ചു. ഒരു ഉറുപ്പ്യ പോലും തന്നിട്ടില്ല. 8 പൈസ അവർ തന്നിട്ടില്ല. അവർ പോർച്ചുകാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് വണ്ടി കയറ്റി വിട്ടതേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് ഒരാഴ്ച ഞാനും വൈഫ് മാത്രം ഹോസ്പിറ്റലിൽ ചായ കുടിക്കാൻ പോലും പൈസ അല്ലാണ്ട് അങ്ങനെ ഇരുന്നു. ഒരാഴ്ച വരെ ഉണ്ടായിരുന്നു. 2 മാസം വരെ ഇനി ഇങ്ങോട്ടും റെസ്റ്റ് തന്നെ വേണമെന്നാണ്. വനം വകുപ്പോ പട്ടികവർഗ വകുപ്പോ ഒരു സഹായവും ലഭ്യമാക്കിയിട്ടില്ല. തൊട്ടടുത്തുള്ള 2 കൂരകളിലായി തുടരുന്നുണ്ട് ഇവരുടെ സങ്കട ജീവിതം. പട്ടികവർഗ വകുപ്പും വനം വകുപ്പും കണ്ണു തുറന്നു കാണണം കാട്ടാന ചവിട്ടിമെതിച്ച ഈ ഗോത്ര സഹോദരങ്ങളുടെ ജീവിതം. ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുണ്ടാകണം. സാമ്പത്തിക സഹായം ലഭ്യമാക്കണം. സുർജിത് അയ്യപ്പത്ത്, ബിഗ് TV, വയനാട്.